ബിസിനസ് റെഗുലേഷൻ്റെ 14th ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ചാപ്റ്റർ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. സോ ഇത് കണ്ടിന്യൂഷൻ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ബിസിനസ് റെഗുലേഷൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ്, ഷോർട്ടായിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട് നമുക്ക് ക്രിസ്റ്റോക്സിൻ്റെ, അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി മുതലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ ഓരോരുത്തർക്കും നമ്മൾ ഗ്യാരണ്ടി പറയാറുണ്ട്. അവൻ നന്നായിട്ട് ജോലി എടുത്തോളും, നീ ശമ്പളം കൊടുത്തോ, അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ഞാൻ അതിന് ഗ്യാരണ്ടി തരാം, ആ ഒരു പ്രശ്നത്തിന് ഉണ്ടാവുന്ന പൈസ കാര്യങ്ങളൊക്കെ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കിൽ ലോണൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ അവൻ തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട്, ഒരു ഷുവേർട്ടി വന്നിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പല ടൈപ്പ് ഗ്യാരണ്ടികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസും ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസാക്ഷനും. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിൽ വരുന്നതാണ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ഗ്യാരണ്ടികൾ. ഇപ്പോൾ അവൻ ആ ഒരു ലോണിൻ്റെ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്യാരണ്ടി നിൽക്കില്ലേ, അതാണ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ കടത്തിന് പൈസ എടുത്തേൻ്റെ, അതാണല്ലോ ലോണൊക്കെ, അതിൻ്റെ മേലിൽ നിൽക്കുന്ന ഒരു ഗ്യാരണ്ടി. അത് ഒന്നില്ലെങ്കിൽ ദിസ് മേ ഐദർ ബി ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഓർ ഫോർ ഫ്യൂച്ചർ ഡെപ്റ്റ്. എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് വേണ്ടി നിൽക്കുന്ന ഗ്യാരണ്ടികളുണ്ട്, ഫ്യൂച്ചർ ഡെപ്റ്റിന് വേണ്ടി നിൽക്കുന്ന ഗ്യാരണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് വേണ്ടി നിൽക്കുന്ന ഗ്യാരണ്ടികളെ നമ്മൾ പറയുന്നതാണ് റിട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഡെപ്റ്റിന് വേണ്ടി അതിന് നിൽക്കുന്ന ഗ്യാരണ്ടികളെ പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് അതിൽ വരുന്നത് ഫോർ പ്രൈസ്. അതായത് നമ്മൾ ക്രെഡിറ്റിന് സോൾഡ് ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, ക്രെഡിറ്റിന് വിൽക്കുന്ന ഗുഡ്സിൻ്റെ പ്രൈസിൽ നമ്മൾ എടുക്കുന്ന ഗ്യാരണ്ടികൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈസ് ഇപ്പോൾ അടച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കടമായിട്ടാണ് ആ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഗുഡ്സ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ വാങ്ങുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് പറയാണ്, നീ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അവന് കൊടുക്ക്, അവൻ ആ പൈസ തന്നില്ലെങ്കിൽ ഞാൻ തരാം നിനക്ക് എന്ന് പറയില്ല. അപ്പോൾ ആ ഒരു കടമായിട്ട് കൊടുക്കുന്ന ഒരു ഗുഡ്സ് കൊടുക്കുന്നതിൻ്റെ പ്രൈസിന് മേലിൽ നിൽക്കുന്ന ഗ്യാരണ്ടികൾ. അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് ഫോർ ഹോണസ്റ്റി. ഫോർ ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. ഇപ്പം നമ്മൾ ചില കേസ് പറയുന്നത്, നിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എടുത്തേക്കണം, നിൻ്റെ വിശ്വാസമുള്ളതിൻ്റെ പേരിലാണ് അവനെ ഞാൻ ജോലിക്ക് എടുത്തേക്കണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ വീട്ടു ജോലിക്കൊക്കെ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടി. അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല, നല്ല ചേച്ചിയാണ്, എല്ലാ പണികളും നല്ല വൃത്തിയായിട്ടൊക്കെ എടുക്കും, പാവാണ്, വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ്, നിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അവിടെ വീട്ടിൽ ജോലിക്ക് എടുക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിപ്പിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എടുക്കുന്നത്, അതിനെയാണ് ഫോർ ഹോണസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ ബേസിസിലുള്ള ഗ്യാരണ്ടികൾ. അതിലൊന്നാമത്തെയാണ് സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടീസ്. അതായത് ഇപ്പോൾ ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാരണ്ടിക്ക് അവിടെ വാല്യൂ ഇല്ല. ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് പോയി. അപ്പോൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലോൺ എടുക്കാനായിട്ട് പോയതും. അപ്പം ഞാൻ ചെന്നിട്ട് അവിടെ ഗ്യാരണ്ടി പറയാണ്, മാനേജർ ആൾക്ക് ലോൺ കൊടുക്കുക, എന്ന് പറഞ്ഞ വ്യക്തിക്ക് ലോൺ കൊടുക്കൂ, അവൻ തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം. ഇനി അവൻ്റെ അടവുകളെല്ലാം കഴിഞ്ഞു, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആ ഒരു ലോണിൻ്റെ പേയ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും ലോൺ എടുത്താൽ അതിനും ഞാൻ ഗ്യാരണ്ടി നിൽക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ മുന്നേ ഗ്യാരണ്ടി നിന്നിട്ടുള്ള നിലയ്ക്ക് ഇതിനും ഞാൻ ഗ്യാരണ്ടി നിൽക്കും എന്ന് പറയാനും പറ്റില്ല. ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രോമിസ്, ആ ഒരു ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാരണ്ടിക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, നിങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ 5000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോൾ 5000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചാലും ഞാൻ ഗ്യാരണ്ടി നിൽക്കും. 1000 അല്ലെങ്കിൽ 2000-നൊന്നുമല്ല, 5000 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. അപ്പോൾ അതൊരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ്.
അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ നമ്മളൊരു വർഷത്തേക്കൊക്കെ ആവും പറയുന്നുണ്ടാവുക, ഒരു വർഷത്തിൽ 5000 രൂപയുടെ ട്രാൻസാക്ഷൻ നീ എപ്പോൾ നടത്തുന്നു അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങുന്നുവോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാം എന്ന് പറയാണ്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷന് നമ്മൾ ഗ്യാരണ്ടി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സിമ്പിൾ ഓർ സ്പെസിഫിക് ഗ്യാരണ്ടി. ഇനി ഇതിൽ പറയുന്നത് റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഈ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഉണ്ടല്ലോ, അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഗ്യാരണ്ടി, അതിന് എപ്പോഴാണ് ഒരു അവസാനം ഉണ്ടാവുക? അതായത് ആ ഒരു ഗ്യാരണ്ടി ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് ബൈ നോട്ടീസ് കൊടുത്തുകൊണ്ട്. ആർക്ക്? നമ്മുടെ ഷുവേർട്ടി, അതായത് ഞാൻ ഇവന് ഗ്യാരണ്ടി നിൽക്കാം എന്ന് പറയുന്ന ആളില്ലേ, അതാണല്ലോ ഷുവേർട്ടി ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് അത് റിവോക്ക് ചെയ്യാവുന്നതാണ്, ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്ക് ആണ് ഇവിടെ ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട്, ഷുവർട്ടി ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഗ്യാരണ്ടീഡ് ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ബൈ ഡെത്ത് ഓഫ് ദ ഷുവർട്ടി, അതായത് അവൻ പൈസ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഗ്യാരണ്ടി നിന്നിരുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാരണ്ടിക്ക് അവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ക്യാൻസലായി, ആ ഒരു ഗ്യാരണ്ടിയുടെ കേസ് ക്യാൻസലായി എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് ബൈ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി. അപ്പോൾ ആ ഒരു ഷുവർട്ടി ആ ഒരു ഗ്യാരണ്ടിയിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്യാരണ്ടിക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം 3 കാര്യങ്ങളാണ് ബൈ നോട്ടീസ്, ബൈ ഡെത്ത് ഓഫ് ദ ഷുവർട്ടി, ബൈ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ ഷുവർട്ടി. ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്യാൻസലേഷൻ നടത്താവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം ഇതിൽ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി ആണ്. നമ്മുടെ ഷുവർട്ടിക്കുള്ള റൈറ്റ്സ്, എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്? അതിലൊന്നാമത്തെ അതിൽ 3 സെക്ഷനായിട്ട് പറയുന്നുണ്ട്. എഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, എഗൈൻസ്റ്റ് ദ ക്രെഡിറ്റർ, എഗൈൻസ്റ്റ് ദ കോ ഷുവർട്ടീസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം, എഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതിലൊന്നാമത്തെയാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ മീൻ, അതായത് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ, ഡെപ്റ്റർക്ക് മേലിൽ നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്, അവൻ പൈസ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനങ്ങനെ പൈസ അടച്ചില്ല, അപ്പം ഞാനാണ് ഷുവർട്ടിയാണ് പോയിട്ട് പൈസ അടയ്ക്കുക. പിന്നീട് ഈ ഡെപ്റ്ററിൻ്റെ മേലുള്ള എല്ലാ റൈറ്റ്സ് കാര്യങ്ങളും എൻ്റെയിലേക്ക് കൈമാറും. അതായത് ക്രെഡിറ്ററും ഞാനും ആയിട്ടായിരിക്കും പിന്നീട് ആ ഒരു റൈറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ടാവാം. അതിവിടെ പറയുന്നുണ്ട് റൈറ്റ്സ് വിച്ച് ദ ക്രെഡിറ്റർ എഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇനി അതിൽ രണ്ടാമത് വരുന്നതാണ് റൈറ്റ് ടു ഇൻഡംനിറ്റി. ഇൻഡംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കുന്ന ആ ഒരു റൈറ്റാണ്, പരിഹരിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഇതിൽ രണ്ടാമത്തെ സെക്ഷനാണ് റൈറ്റ്സ് എഗൈൻസ്റ്റ് ദ ക്രെഡിറ്റർ. അതിലൊന്നാമത് വരുന്നത് റൈറ്റ് ടു സെക്യൂരിറ്റീസ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഡെപ്റ്ററിൻ്റെ മേലിൽ ഒരുപാട് സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സെക്യൂരിറ്റീസിൻ്റെയും മേല് നമ്മുടെ ഷുവർട്ടിക്കും കൂടി റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ക്ലെയിം അല്ലെങ്കിൽ ഡിഡക്ഷൻ ഫ്രം ദ എമൗണ്ട് ഓഫ് ലോൺ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമ്മുടെ ഡെറ്റർ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി അടയ്ക്കാനായിട്ട് എന്തെങ്കിലും പിഴവുകൾ കാര്യങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അടയ്ക്കാരായിരിക്കും, പിന്നെ ഷുവർട്ടി ആയിരിക്കും അടച്ചു തീർക്കുന്നുണ്ടാവുക. അപ്പോൾ ഷുവർട്ടിക്ക് ക്രെഡിറ്ററിൻ്റെ അടുത്ത് ഈ ഒരു സെറ്റ് ഓഫ് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കേസ് റൈറ്റ് ഓഫ് സബ്രഗേഷൻ. ഇത് നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. അതായത് നമ്മൾ പ്രോമിസ് ചെയ്ത ഡെപ്റ്റ്, ആ ഒരു കടം നമ്മൾ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അവൻ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് അടച്ചില്ല, ഞാനാണ് ഫുൾ കാര്യങ്ങൾ അതിൻ്റെ ക്ലോസ് ചെയ്തത്. പിന്നെ ആ കാര്യത്തിലുള്ള ഫുൾ റൈറ്റ്സും അതിൻ്റെ മേലുള്ള ഫുൾ കാര്യങ്ങളും അവകാശങ്ങളും എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് സബ്രഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു ഇൻസിസ്റ്റ് ഓൺ ദ ക്രെഡിറ്റർ സ്യൂയിങ്. അതിൽ പറയുന്ന കേസ്, ഇപ്പം ഞാൻ നിങ്ങളുടെ എമൗണ്ട് ഞാൻ ഫുൾ അടച്ചു തീർത്തു, പിന്നീട് എനിക്ക് നിങ്ങളുടെ നിന്ന് ആ ഒരു പൈസ വാങ്ങണം അല്ലേ. അപ്പോൾ അതിന് ഉള്ള അവകാശം എനിക്കുണ്ട്, നിങ്ങളുടെ നിന്ന് അത് വാങ്ങിച്ചെടുക്കാനായിട്ടുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റർ, നമ്മൾ ബാങ്കല്ലേ പ്രൊവൈഡ് ചെയ്തത്, അപ്പോൾ ക്രെഡിറ്ററെ അത് വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് നിർബന്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുള്ള റൈറ്റും നമ്മുടെ ഷുവർട്ടിനുണ്ട്. ഇനി മൂന്നാമത്തെ കേസാണ് റൈറ്റ് എഗൈൻസ്റ്റ് ദ കോ ഷുവർട്ടീസ്. കോ ഷുവർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിന് ഒരാൾക്ക് ഒന്നിലധികം പേര് ഗ്യാരണ്ടി പറയാണ്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും പിന്നെ അനു എന്ന് പറഞ്ഞ വ്യക്തിയും ഞങ്ങൾ 2 പേരും നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാണ്. ഇവള് പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും ചേർന്ന് പൈസ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഒന്നിലധികം പേര് ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കോ ഷുവർട്ടീസ് എന്ന് പറയാം. അതിലൊന്നാമത്തെ കേസ് പറയുന്നുണ്ട് കോ ഷുവർട്ടീസ് ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അതായത് നിങ്ങൾ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും അനുവും ചേർന്ന് ഈക്വലായിട്ട് വേണം അത് നിങ്ങൾക്ക് വീട്ടിൽ തരാനായിട്ട്. ഇപ്പോൾ ഒരു 6000 രൂപയുടെ
ഒരു കടബാധ്യതയാണ് നിങ്ങൾ വരുത്തിയെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈക്വലായിട്ട് 3000 വെച്ചിട്ട് അത് അടച്ചു തീർക്കേണ്ടതാണ്. രണ്ടാമത്തെ കേസ് പറയുന്നത് ലൈബിലിറ്റി ഓഫ് കോ ഷുവർട്ടീസ് ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. അതായത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങളാണ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തേക്കണത്, ഞങ്ങൾ 2 പേര് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 6000 രൂപ നിങ്ങൾ എടുത്തതിൽ എന്തെങ്കിലും പിഴവുകൾ നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിൽ 2000 രൂപ ഞാൻ തരാം എന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. പക്ഷേ അവൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബാക്കിയുള്ള തുക 4000 രൂപ അവൾ തരാമെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് അടച്ച് തീർക്കുക. ഈക്വലായി ഒന്നും പറയാത്ത പക്ഷമാണ് ഈക്വലായിട്ട് നമ്മൾ തീർക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് റിലീസ് ഓഫ് കോ ഷുവർട്ടി. അതിൽ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷുവർട്ടി അതിൽ നിന്ന് റിലീസായി വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഷുവർട്ടികൾ ചേർന്നിട്ടാണ് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അപ്പോൾ എന്തെങ്കിലും നഷ്ടം, എന്തെങ്കിലും ഡിഫോൾട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡെറ്റർ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ റിലീസ് ചെയ്ത ഷുവർട്ടി കൂടി അതിന് നിന്നിട്ട് പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആൾ മുഴുവനായിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കേസ് പറയുന്നത് റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷുവർട്ടിക്ക് ഒരു സെക്യൂരിറ്റി കിട്ടി, അല്ലെങ്കിൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു സെക്യൂരിറ്റി നമ്മുടെ ഷുവർട്ടിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണെന്ന് പറയാം. അല്ലാണ്ട് ഒരാൾ മാത്രം അത് എൻജോയ് ചെയ്യാനായിട്ട് പാടില്ല. അത്തരത്തിൽ സെക്യൂരിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ 2 ഷുവർട്ടികളും ചേർന്ന്, അല്ലെങ്കിൽ എത്രയോ ഷുവർട്ടി ഉണ്ടോ അത്രയും ഷുവർട്ടികൾ ചേർന്നിട്ട് അത് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് റൈറ്റ്സ് എഗൈൻസ്റ്റ് ദ കോ ഷുവർട്ടീസ് എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷനാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലൈബിലിറ്റി. അതിൽ പറയുന്നത് എപ്പോഴാണ് ഒരു ഷുവർട്ടി ആ ഒരു ലൈബിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നത്, അല്ലേ, ആ ഒരു ലൈബിലിറ്റി അവസാനിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി മീൻസ് ടെർമിനേഷൻ ഓഫ് ഷുവർട്ടീസ് ലൈബിലിറ്റി. അദ്ദേഹം ചെയ്തു തരാം എന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അത് നിങ്ങൾ അടച്ചില്ല, ഞാൻ അടയ്ക്കാം എന്ന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടച്ചു തീർന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഡിസ്ചാർജായി, ആ ഒരു ലൈബിലിറ്റിയിൽ നിന്ന് ഞാൻ മോചിതനായി. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കേസുകൾ പറയുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയുടെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഒന്നാമത്തത് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ മീൻസ് ക്യാൻസലേഷൻ വഴി നമുക്ക് ഡിസ്ചാർജ് ആവുന്നതാണ്. അതിൽ തന്നെ കുറച്ച് കേസ് വരുന്നുണ്ട്. റിവോക്കേഷൻ ബൈ നോട്ടീസ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഡിസ്ചാർജായി പോരാവുന്നതാണ്. രണ്ടാമത്തെ കേസ് റിവോക്കേഷൻ ബൈ ഡെത്ത് ഓഫ് ഷുവർട്ടി. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലൈബിലിറ്റിയിൽ ഞാനില്ലല്ലോ, ഞാൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു. അപ്പോൾ ആ ഒരു കേസാണ്. മൂന്നാമത്തത് റിവോക്കേഷൻ ബൈ നോവേഷൻ. അതിൽ പറയുന്നത് പുതിയൊരു കോൺട്രാക്റ്റ് വരിക. പുതിയൊരു കോൺട്രാക്റ്റ് വരുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ ഷുവർട്ടിക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല, അല്ലേ, ആൾ ഡിസ്ചാർജ് ആവുന്നു. പുതിയ പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റിലേക്ക് വേറെ പുതിയൊരു ഷുവർട്ടി അതിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ പുതിയൊരു കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതിൽ രണ്ടാമത്തെ കേസാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്ററുടെ പെരുമാറ്റം കൊണ്ട്, അല്ലെങ്കിൽ ആളുടെ പ്രവർത്തികൾ മൂലം നമ്മുടെ ഷുവർട്ടി പിന്മാറി പോരാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോരാവുന്നതാണ്. അത്തരം കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. നമ്മുടെ ഷുവർട്ടിയുടെ അറിവ് കൂടാതെ, ആളുടെ സമ്മതം കൂടാതെ, ആളറിയാതെ തന്നെ ടേംസ് കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ ഡെപ്റ്ററും ക്രെഡിറ്ററും കൂടിയിട്ട് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ പിന്നെ ഷുവർട്ടിക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരാവുന്നതാണ്. കാരണം ആളുടെ അറിവ് കൂടാതെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ആൾക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഡിസ്ചാർജ് ആയി പോരാവുന്നതാണ്. രണ്ടാമത്തെ കേസ് പറയുന്നത് റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്. അതായത് നമ്മുടെ കോൺട്രാക്റ്റിൽ നമ്മുടെ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഡെറ്റർ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും പിൻവലിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പിന്നെ ഷുവർട്ടി അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഷുവർട്ടിയും ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ഡിസ്ചാർജ് ആയി പോരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് കോമ്പൗണ്ടിങ് ബൈ ക്രെഡിറ്റർ വിത്ത് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. അതായത് നമ്മുടെ ക്രെഡിറ്ററും ഡെറ്ററും തമ്മിൽ കുറേ കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷുവർട്ടിക്ക് സമ്മതമില്ലാത്തൊരു കാര്യം ഇവർ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഷുവർട്ടി അതിൽ ഒരു താല്പര്യമില്ല, ആ കേസിൽ സമ്മതമില്ല എന്നുണ്ടെങ്കിൽ ആളുടെ സമ്മതം നോക്കാതെ ഇവർ ചെയ്യുന്നു. അപ്പോൾ ഷുവർട്ടിക്ക് അതിൽ നിന്ന് ഇറങ്ങി പോരാവുന്നതാണ്, ഡിസ്ചാർജ് ആയി പോരാവുന്നതാണ്. ഇനി
എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും കേസ് കാര്യങ്ങൾ വന്നാൽ ഞാൻ നിനക്കെതിരെ കേസ് വെക്കില്ല എന്ന് ക്രെഡിറ്റർ ഡെപ്റ്ററിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ ഷുവർട്ടിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ഷുവർട്ടിയുടെ സമ്മതം ഇല്ലാതെ തന്നെ അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോരാവുന്നതാണ്. നെക്സ്റ്റ്, ഇമ്പയറിങ് ഷുവർട്ടീസ് റെമഡി. അതായത് ഒരു ക്രെഡിറ്റർ ഷുവർട്ടിക്ക് നേരെ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക, ഡ്യൂട്ടി ഒമിറ്റ് ആവുക. അപ്പം നമ്മുടെ ഷുവർട്ടിക്ക് അതിൽ നിന്നും ഡിസ്ചാർജായി പോരാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റത്തെയാണ് ലോസ് ഓഫ് സെക്യൂരിറ്റി. ലോസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാണ്. ഓക്കെ, ബി ആണ് ഇവിടെ ഡെപ്റ്റർ. ബിക്ക് പൈസ കൊടുത്തേക്കാണ്. ആരുടെ ഷുവർട്ടിയിലാണ്? ഷുവർട്ടി ആയിട്ടുള്ളത് ഇവിടെ സി ആണ്. സിയുടെ ഗ്യാരണ്ടിയുടെ പുറത്താണ് ബിക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. പൈസ കൊടുക്കുന്ന സമയത്ത് ബി ആ പൈസ വാങ്ങണതിനൊപ്പം തന്നെ ആളുടെ എന്തെങ്കിലും വസ്തുക്കൾ, ഇപ്പോൾ വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ ഗോൾഡോ എന്തെങ്കിലും അവിടെ ഈട് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഷുവർട്ടിക്ക് അറിയാത്തൊരു കാര്യമാണ്, ആൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ തിരിച്ചു കൊടുത്തു, ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എമൗണ്ടിൻ്റെ ലൈബിലിറ്റിയിൽ നിന്ന് നമ്മുടെ സി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ലോസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷനാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അതിൽ തന്നെ 4 പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് എനി മിസ് റെപ്രസെൻറ്റേഷൻസ് ഓർ കൺസീൽമെൻറ്റ്. അതായത് നമ്മുടെ ക്രെഡിറ്ററും ഡെപ്റ്ററും ഷുവർട്ടിയും ഇവർ 3 പേര് ചേർന്നിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുക അല്ലേ. അതിൽ ക്രെഡിറ്റർ പൈസ കൊടുക്കുന്ന ആൾ നമ്മുടെ ഷുവർട്ടിയുടെ അടുത്ത് പല കാര്യങ്ങളും മറച്ചു വെച്ചു, ഫ്രോഡ് കാണിച്ചു, സൈലൻസ് കീപ്പ് ചെയ്ത് അവിടെ ഇരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഷുവർട്ടി പിന്നീട് അറിയുകയാണെങ്കിൽ ഇത് വോയിഡാണ് നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ്. അപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഷുവർട്ടിക്ക് ഡിസ്ചാർജായി പോരാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് വെൻ കോ ഷുവർട്ടി ഡസ് നോട്ട് ജോയിൻ. അതായത് ഇപ്പോൾ ഒരു ഗ്യാരണ്ടിയിൽ 2 പേര് ഗ്യാരണ്ടി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രെഡിറ്റർ പറയാണ്, ഇതേ 2 ആളാണ് ഗ്യാരണ്ടി നിൽക്കാമെന്ന് പറഞ്ഞിരുന്നത്, അതിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ഗ്യാരണ്ടി നിന്നിട്ടുള്ളൂ, മറ്റേ പേഴ്സൺ കോ ഷുവർട്ടി വരുന്നത് വരെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് ക്രെഡിറ്റർ പറയാണ്. അപ്പോൾ മറ്റാൾ വരാത്തിടത്തോളം കാലം അത് വാലിഡായിട്ട് തന്നെ വോയിഡായിട്ട് നിൽക്കും. അതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് നമ്മുടെ നിലവിലുള്ള ഷുവർട്ടിക്ക് ഡിസ്ചാർജായി പോരാവുന്നതാണ്. അവിടെ ഡിസ്ചാർജ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിൽ കൺസിഡറേഷൻ്റെ കാര്യമൊന്നുമില്ല. ഓക്കെ, ബാങ്കും ഇപ്പം ഞാനാണ് ഗ്യാരണ്ടി നിൽക്കുന്നത് വെച്ചാൽ ഞാനും തമ്മിൽ കൺസിഡറേഷൻ്റെ കാര്യമില്ല. പക്ഷേ ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിൽ കൺസിഡറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഷുവർട്ടിക്ക് അവിടെ നിന്ന് പോരാവുന്നതാണ്, ഡിസ്ചാർജായി പോരാവുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റാണ് ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഒരു കോൺട്രാക്റ്റിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് അതിലില്ലെങ്കിൽ അത് ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആവും, വോയിഡ് കോൺട്രാക്റ്റ് ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പോരുമല്ലോ. അപ്പം ഈ ഒരു 3rd സെക്ഷനിൽ പറയുന്നത് ഫുള്ള് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുകയും പിന്നീട് അതിൽ നിന്ന് നമ്മുടെ ഡിസ്ചാർജ് സംഭവിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 14th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഇതിൽ പറഞ്ഞത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ഞാൻ പറഞ്ഞു ബാക്കി കുറേ കോൺട്രാക്റ്റുകൾ ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കീഴിൽ വരുന്നതുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. Thanks for watching.